अस्सलामु अलैकुम वरहमतुल्लाहि वबरकातुह। प्यारे बच्चों, कैसा है तुम लोग? अच्छा है ना? अच्छा है എന്ന് പറയടാ. ആ ഞാൻ ചോദിച്ചത് എന്താ നിങ്ങൾക്ക് മനസ്സിലായോ? എല്ലാവരും സുഖം തന്നെ അല്ലേ എന്ന്. അപ്പോൾ എങ്ങനെയുണ്ടോ ചോദിച്ചാൽ സുഖം തന്നെ അൽഹംദുലില്ലാ എന്ന് പറയില്ല, അച്ചാ ഹേ എന്നും പറയാം. അൽഹംദുലില്ലാ അച്ചാ ഹേ, അച്ചാഹും എന്ന് പറഞ്ഞാൽ കേട്ടോ. മേ എന്നാവുമ്പോൾ അച്ചാഹും, മേ അച്ചാഹും. അപ്പോൾ ഏതായാലും നമ്മൾ പാഠത്തിലേക്ക് കിടക്കാം അല്ലേ. നമ്മൾ എന്താ ഇതുവരെ പറഞ്ഞു വന്നിരുന്നത്? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ എന്തായിരുന്നു നമ്മൾ പറഞ്ഞു വന്നിരുന്നത്? എന്തായിരുന്നു നമ്മൾ പറഞ്ഞു വന്നിരുന്നത്? പറഞ്ഞോളൂ, എന്താണ് പറഞ്ഞു വന്നിരുന്നത്? യെസ്, തെദ്കീറോ തഅനീസ് അല്ലേ? തെദ്കീറോ തഅനീസ്. അപ്പൊ മുദക്കർ എങ്ങനെ തിരിച്ചറിയാം, മുഅന്നസ് എങ്ങനെ തിരിച്ചറിയാം, അതിനെക്കുറിച്ചുള്ള ചർച്ചകളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇനി അതിന് ശേഷമുള്ള കുറച്ചും കൂടി ഉണ്ട്, അതും കൂടി ഒന്ന് പറയണം ഇൻഷാ അല്ലാഹ്. ജസ്റ്റ് വെയിറ്റ് സം ടൈംസ് കേട്ടോ. കുറച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, വെയിറ്റ് ചെയ്യുക. ഒന്ന് വളരെ ആകാംക്ഷയോടുകൂടെ, അതുപോലെ നല്ല എന്നാൽ തന്നെ എന്ത് ആഗ്രഹത്തോടു കൂടി ഇരിക്കണം. എന്താണ് പഠിപ്പിക്കുക എന്നുള്ളൊക്കെ ഒരു ആകാംക്ഷയൊക്കെ സ്വാഭാവികമായിട്ടുണ്ടാവും. ആഗ്രഹത്തോടു കൂടെ എൻ്റെ ജീവിതത്തിൽ ഭാവിയിൽ ഇതൊക്കെ ഉപകരിക്കും എന്ന രീതിയിൽ ഇൻഷാ അല്ലാഹ് ഈ ഒരു ക്ലാസ്സിൽ നിങ്ങൾ കാണണം, സമീപിക്കണം. ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ് പറയും, ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത് മുദക്കർ അസ്മാ കെ ഖാസ് മുഅന്നസ് മൗജൂദ് ഹൈ ജോ മുസ്തമിൽ ബി ഹൈ. ആ ഉറുദു കേട്ടിട്ട് നിങ്ങൾ ഞെട്ടേണ്ട ആവശ്യമില്ല കേട്ടോ. ഉറുദു കേട്ടിട്ട് ഞെട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ചില മുദക്കർ ഇസ്മുകൾക്ക് പ്രത്യേകമായ മുഅന്നസ് ഉണ്ടാവും. ബാസ് മുദക്കർ അസ്മാക്കെ ഖാസ് മുഅന്നസ് മൗജൂദ് ഹൈ, അത് ഉപയോഗിക്കുകയും ചെയ്യും. മുദക്കറായ ചില ഇസ്മിന് എന്തുണ്ടാവും, മുഅന്നസ് ഉണ്ടാവും. അങ്ങനത്തെ ഒരു സംഭവമാണ് പറയണത്. ഇപ്പോൾ ഉദാഹരണം സുൽത്താൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം സുൽത്താൻ അല്ലേ? സുൽത്താൻ കേട്ടിട്ടില്ലേ? എല്ലാവരും കേട്ടിട്ടുണ്ടാവും. നമ്മുടെ ചരിത്രങ്ങളിലൊക്കെ സുൽത്താൻമാരെ കുറിച്ചും അമീറുമാരെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ആണുങ്ങളാണ് സുൽത്താൻ എന്ന് പറയല് പൊതുവെ. എന്നാൽ പെണ്ണുങ്ങൾക്കും അതിനൊരു പേര് വേണമല്ലോ. അവർ വലിയ ഭരണാധികാരിയാവുമ്പോൾ അല്ലേ, അപ്പോൾ അവർക്ക് എന്താ പേര് കൊടുക്കുക? നമ്മൾ സുൽത്താന എന്ന് പറയാം. മനസ്സിലായോ? സുൽത്താന എന്ന് പറയാം. അപ്പോൾ പെണ്ണിന് സുൽത്താന എന്നായി. അതുപോലെ മലിക്ക്, രാജാവ്. അള്ളയാണ് ഏറ്റവും മാലിക്കുൽ മുലൂക്ക്, എല്ലാ രാജാക്കന്മാരുടെയും രാജാവ് അള്ളയാണ്. എന്നാൽ ദുനിയാവിലുള്ള താൽക്കാലികമായ രാജാക്കന്മാർ കുറേ ഉണ്ടാവും, കിങ്സ് എന്ന് പറയുന്ന ആളുകൾ, രാജാക്കന്മാർ. അപ്പം മലിക്ക് എന്ന് മുദക്കറായി പറയുമ്പോൾ പെണ്ണുങ്ങൾ ആ സ്ഥാനത്തേക്ക് വന്നാൽ മലിക്ക എന്ന് പറയും അല്ലേ? പറയണം, മനസ്സിലായോ? അതാണ് പറയണത്. മുദക്കർ മലിക്കാണെങ്കിൽ മലിക്ക എന്ന് മുഅന്നസ് പറയണം. അതുപോലെ ബേഗ്, ബീഗം. ബീഗം പിന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ബീഗം ടെക്സ്റ്റൈൽസ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും ഇവിടെയൊക്കെ അല്ലേ? അല്ലേ? ബീഗം പർദ മാൾ, അങ്ങനെയൊക്കെ ഓരോ മാളൊക്കെ ഉണ്ടാവും. ബീഗം, ബീഗം ഇതെല്ലാവർക്കും പരിചയം ഉണ്ടാവും. ബീഗം പർദാസ് അല്ലേ? കാരണം ബീഗം എന്ന് പറഞ്ഞാൽ ആ പെണ്ണുങ്ങൾക്ക് ഉപയോഗിക്കണോണ്ട് തന്നെ അതിനനുസരിച്ച് പല ഫാൻസികൾ അങ്ങനെയൊക്കെ പേരിടാറുണ്ട്. നിങ്ങൾക്ക് അറിയോ അറിയില്ല, ഉണ്ടാവും അല്ലേ? നിങ്ങൾക്ക് അറിയണമല്ലൊക്കെ ഉണ്ടാവും. എല്ലാവരും കൂടി ഇപ്പോൾ പറയേണ്ട ആവശ്യമില്ല, മനസ്സിലാച്ചോളി. ഏതായാലും ബീഗം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലായി. അത് നമ്മുടെ പ്ലസ് പോയിന്റ് ആണ് അല്ലേ? കാരണം കുറേ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഏതായാലും ബീഗ് പറഞ്ഞാൽ ആണിനാണെങ്കിൽ ബീഗം എന്നുള്ളതിന് പെണ്ണിന് നമ്മൾ ഉപയോഗിക്കും. ഇനി അടുത്തത് നിങ്ങൾ നോക്കിട്ടോ. ബസ് ജാൻവർ. ജാൻവർ പറഞ്ഞാൽ എന്താ? മൃഗങ്ങള്. ബിലാ ഇംതിയാസ്. പിന്നെ ഒരു വ്യതിരക്തതയും കൂടാതെ
മനസ്സിലായോ? നെറോ മാത എന്താ ചോദിക്കുക? ബിലാ ഇംതിയാസ് നെറോ മാത മുഅന്നസ് പോലെ ജാത്തെ ഹൈ എന്ന് പറഞ്ഞാൽ ഒരു വേർതിരിവില്ലാതെ ഈ ജാൻവറിനൊക്കെ മുഅന്നസായിട്ടാണ് പൊതുവേ പറയാം. മനസ്സിലായോ? മുഅന്നസായിട്ടാണ് പറയാ. മുഅന്നസായ ജാൻവർ ഏതൊക്കെയാണെന്ന് അഞ്ഞ് പറയണേ. മീന, നമ്മളെ മൈന, മീന, മൈന അല്ലേ? ഫാഖത്ത, പുൽബുല്, മച്ചിലി, ചേൽ, ഇതൊക്കെ ഓരോ ജാൻവറുകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ്. ബുൽബുലും പിന്നെ നമ്മളെ മച്ചിലി എന്നൊക്കെ അറിയില്ല നിങ്ങൾക്ക്? പ്രാവും പിന്നെ അങ്ങനെ ഓരോരോ സാധനങ്ങളാണ് കേട്ടോ അല്ലേ. ഇനി ചില ജാൻവറാണെങ്കിലോ മുദക്കറായിട്ടേ ഉപയോഗിക്കുള്ളൂ. ഇപ്പൊ പറഞ്ഞത് എന്താ പറയുക? രണ്ടാമത് മുഅന്നസ് ആയിട്ടുള്ള ജാൻവറിനെ ആണ് ഈ പറഞ്ഞത്. മുഅന്നസ് ആയിട്ടുള്ള ജാൻവർ ഏതൊക്കെയാണ്? മീന, ഫാഖിത, ബുൽബുൽ, മച്ചിലി, ചേൽ എന്ന് പറയുന്ന ഈ പറയപ്പെട്ടതൊക്കെ മുഅന്നസായാണ് ഉപയോഗിക്കും. ആർക്കും പ്രശ്നമൊന്നുമില്ലല്ലോ, പ്രശ്നം ഉണ്ടാക്കണ്ട, മുഅന്നസായി ഉപയോഗിക്കും. എന്നാ നോക്കൂ നിങ്ങൾ, ബൽ ജാൻവർ നേരത്തെ പറഞ്ഞ പോലെ ബിലാ ഇംതിയാസ് മുദക്കർ പോലെ ജാത്തെ മുദക്കറായി ഉപയോഗിക്കുന്നതാണ് ഇനി പറയാനുള്ളത്. 3 കണ്ടോ? 3 സോറി 4. ഉല്ലു ബാസ് സാമ്പ് ഖർഗോശ് ജുഗ്നു. ഉല്ലു ബാസ് സാമ്പ് ഖർഗോശ് ജുഗ്നു അറിയില്ലേ? നമ്മളെ മൂങ്ങ, പ്രാപ്പിടിയം പക്ഷി, പാമ്പ്. സാമ്പ് അറ പാമ്പ്. സാമ്പ് എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലായില്ലേ? സാമ്പ് ഏത് വസനിലാണ്? പാമ്പ്. സാമ്പ് പാമ്പ് അല്ലേ? രസല്ലേ കേൾക്കാന്? സാമ്പ് പാമ്പ്. പാമ്പൊക്കെ ഈ സമയത്ത് എല്ലാം ഉണ്ടാവും കേട്ടോ, നല്ലോണം സൂക്ഷിക്കണം എല്ലാവരും. ഈ സമയത്തെല്ലാം ടോർച്ചൊക്കെ എടുത്ത് ഇറങ്ങിക്കൊണ്ടി. രാത്രിയൊക്കെ ആകുമ്പോഴേ അല്ലെങ്കിൽ മൊബൈലിൻ്റെ വെളിച്ചത്തിൽ അങ്ങനെ ഇങ്ങോട്ടും വണ്ടി കളിച്ചാൽ നിൽക്കരുത്. പല ഭാഗത്തും പാമ്പുകളൊക്കെ ഉണ്ട്. ഏതായാലും അള്ളാഹു എല്ലാവരും കാക്കട്ടെ, ആമീൻ അല്ലേ? അത്രേ പറയാനുള്ളൂ. ഓരോ സമയമാണ്, അവരുടെ സമയമാണിത്, ഡിസംബർ ജനുവരി ഒക്കെ. അപ്പോൾ ഏതായാലും സാമ്പ്, പാമ്പ്, ഖർഗോശ്, മുയൽ, ജുഗുന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്കറിയാലോ? മിന്നാമിനുങ്ങ് എന്ന് പറയും. മിന്നാമിനുങ്ങിനെ കണ്ടിട്ടില്ലേ? മിന്നാമിനുങ്ങിനെ കണ്ടിട്ടില്ല നിങ്ങൾ? പിന്നെന്തൊരു ഉഷാറിൽ പറയാത്ത? കണ്ടിട്ടില്ലേ? നിങ്ങൾ ഉഷാറിൽ പറഞ്ഞു എന്നല്ലേ? ആയിക്കോട്ടെ, താങ്ക്സ്. ഉഷാറിൽ പറഞ്ഞോണ്ട് താങ്ക്സ്, ആയിക്കോട്ടെ. അപ്പോൾ ഏതായാലും ഉഷാറിൽ പറയുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ ജുഗനു ജുഗനു ഹെ നാം മേരാ, ജുഗനു ഹെ നാം മേരാ അങ്ങനെ പറയാണ്ടൊരു പാട്ടുണ്ട്. രാത്തോ മെ ഹോ ദമക്ത ഉടുത്തഹും ചമക്ത നന്നീസ ബേട്ടഹും മുന്നീസ പുൽച്ചടിഹും എന്നൊക്കെ പറഞ്ഞിട്ടൊരു പാട്ടുണ്ട്. അതിൽ വളരെ രസകരമായിട്ട് നന്നീസ ബാറ്ററിയും, ചെറിയ ബാറ്ററിയാണ് ഞാൻ എന്ന് ആ ജുഗിന് പറയുന്ന ഒരു രംഗമൊക്കെ ഉണ്ട് ഒരു പാട്ടിലെ. രസകരമാണ്, രസകരമായ പാഠഭാഗങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളൊക്കെ പഠിച്ച കാലത്തേ അങ്ങനത്തെ ഒരു പാട്ടൊക്കെ ഉണ്ടായിരുന്നു. ജുഗ്നു ഹനാമു മേര, ജുഗ്നു ഹനാമു മേര എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് നമ്മളെ വിഷയം അപ്പോൾ അതല്ല, പിന്നെ മുഅന്നസായിട്ട് മുദക്കറായിട്ട് ഉപയോഗിക്കണ ഓരോ സംഗതികളാണ് പറയണത്. ഇനി നോക്കൂ നിങ്ങൾ, മുറക്കബ് അൽഫാസ് കാ ഏക് ജുസ് മുദക്കർ और एक जुज मुअन्नस हो और जानदार हो तो जम्मू मुदक्कर होकर इस्तेमाल करते हैं. ഇനി മുറക്കബ് അൽഫാസ് ഉണ്ടാവും. എന്താ മുറക്കബ് അൽഫാസ് പറഞ്ഞാൽ? 2 പേരുണ്ടാവും ചിലർക്ക്, മനസ്സിലായോ? അല്ലെ 2 ഒപ്പാണ് പറയാ. അമീൻ ബാസില്, അബ്ദുള്ള ഷുറൈം, അല്ലെ വേറെ എന്തെങ്കിലുമൊക്കെ. എന്ന് പറഞ്ഞാൽ മുറക്കബ് അൽഫാസ് 2 കൂടി ഒപ്പിച്ചൊപ്പിച്ച് അടുപ്പിച്ചടുപ്പിച്ച് 2 ലഫ്ദോ അങ്ങനെ അധികം പറയാലേ, അങ്ങനത്തെ വേർഡുകൾ. അപ്പോൾ അതിൽ ഒരു ജുസ് മുഅന്നസുമാണ്, ഒരു ജുസ് എന്താണ് മുദക്കറുമാണ് എന്ന് സങ്കല്പിക്കട്ടോ. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? മുറക്കബ് അൽഫാസ്, മുറക്കബ് പറയുമ്പോൾ തന്നെ എന്താണ്? കൂട്ടിക്കെട്ടി ഉണ്ടാക്കിയതാണ്, ഒന്നിൻ്റെ മേൽ വേറെ ഒന്നും കൂടി വരിക. മനസ്സിലായോ? മുറക്കബ് അൽഫാസ് അറിയില്ലേ? അപ്പോൾ അതിൻ്റെ ഒരു ജുസ് നോക്കുമ്പോൾ മുഅന്നസ, മറ്റൊരു ജുസ് നോക്കുമ്പോൾ എന്താണ്? മുദക്കറുമാണ്. അങ്ങനെയാണെങ്കിൽ അതിന് ജമ്മു മുദക്കർ ആക്കിയിട്ടാണ് ഉപയോഗിക്കാറുള്ളത്. മനസ്സിലായോ? ലഡ്കെ ലഡ്കിയ, മാം ബാപ്പ് ഷൗഹർ ബീവി, മാം ബാപ്പ് ഷൗഹർ ബീവി
മനസ്സിലായോ? ഇനി നിങ്ങൾക്കുള്ള പണിയാണ് മഷ്ക്. മുദക്കർ ഹക്കീക്കിയും മുഅന്നസ് ഹക്കീക്കിയും വേർതിരിച്ച് എഴുതാനുള്ളതാണ്. മനസ്സിലായല്ലോ? അത് നിങ്ങൾ എഴുതുക. ഒന്ന്. രണ്ടാമത്തത് പിന്നെ നീച്ചെ ദിയേ ഗയെ അൽഫാസോങ്കോ മാസി ലാസിം കെ ഫായിൽ ബനാക്കർ ജുംലോമോ ഇസ്തേമാൽ കീജിയെ. താഴെ കൊടുത്തിട്ടുള്ള നൽകപ്പെട്ടിട്ടുള്ള ലഫ്ലുകൾക്ക് മാസി ലാസിമിൻ്റെ ഫായിൽ ഉണ്ടാക്കിയിട്ട്, മാസി ലാസിം ഉണ്ടല്ലോ അതിന് ഫായിലാക്കിയിട്ട് മാസി ലാസിമിൻ്റെ ഫായിലാക്കി വരണം. മനസ്സിലായോ? അങ്ങനെ ജുംലയിൽ പ്രയോഗിക്കുക. ഒലത്തിയാൻ ദുറസ്ത് കിയ, തെറ്റുണ്ടെങ്കിൽ ശരിയാക്കുക. ഇതൊക്കെയാണ് നിങ്ങളെ പണി. ഇൻഷാ അല്ലാഹ്. അപ്പോൾ ആ പണികളെടുക്കാൻ മറക്കണ്ട കേട്ടോ. മറന്നു വരണ്ട. ചില കുട്ടികൾ നല്ല വളവെടുക്കുന്നുണ്ട്, അറിയാത്തതുകൊണ്ടല്ല. അപ്പോൾ അവരെ നിങ്ങൾ കേൾക്കുന്ന ആളുകൾ എന്ത് ചെയ്യുക, നിർബന്ധമായും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. നിങ്ങളുടെ തന്നെ ഗ്രൂപ്പ് ഉണ്ടല്ലോ, ആ ഗ്രൂപ്പിൽ നിങ്ങൾ സൂചിപ്പിച്ചാൽ മതി, ഉസ്താദ് ഇങ്ങനെ പറഞ്ഞിരുന്നു എന്ന്. ചില ആളുകളൊക്കെ നമ്മൾ ഇത്ര റിസ്ക് എടുത്ത് ക്ലാസ് എടുക്കുമ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യണം. മെയിൻറ്റെയിൻ ചെയ്യൽ എങ്ങനെയാണ്? അതെ, എങ്ങനെ അയച്ചു തരണം അല്ലേ? വർക്കുകൾ അയച്ചു തരിക എന്നുള്ളതാണ് മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ. ഇൻഷാ അല്ലാഹ്. അപ്പോൾ എല്ലാ കുട്ടികളും വർക്ക് ചെയ്യുന്ന ഒരു രീതിയിൽ വരണം. പല സമയത്തും പിന്നെ ചില ആളുകളൊക്കെ ഏകദേശം എല്ലാവരും കിട്ടലുണ്ട്, ഒന്നോ രണ്ടാളും അല്ലാത്ത കിട്ടുന്ന സന്ദർഭമൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ പോലും ചില സമയത്തൊക്കെ 8-10 കുട്ടികളൊക്കെ ഒന്നും കിട്ടൂല, ബാക്കിയുള്ളവരുടെ കിട്ടുള്ളൂ. അങ്ങനെയൊക്കെ ഉണ്ടാവലുണ്ട്. അപ്പം അങ്ങനെ ഉണ്ടാവരുത്. നിങ്ങളുടെ ഡ്യൂട്ടിയാണത് എന്ന് മനസ്സിലാക്കി അടുത്തുള്ള ആളുകൾക്ക്, കേൾക്കാത്ത ആളുകൾക്ക് ഈ സന്ദേശം കൈമാറണം. ഇൻഷാ അല്ലാഹ്. റെഡി അല്ലേ? ഇൻഷാ അല്ലാഹ്. എന്നാൽ ഓക്കെ കേട്ടോ. അപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്തു വരിക. ഓക്കെ, അസ്സലാമു അലൈക്കും.